തൃശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഫൈബ്രോമയാൽജിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് തപനം സാന്ത്വനം എന്ന പേരിൽ പ്രഭാഷണങ്ങളും ഡോക്യുമെന്ററി പ്രകാശനവും സാന്ത്വന ഗാനസന്ധ്യയും നടത്തി. ഫാദർ പോൾ പൂവത്തിങ്കലിനെയും ഡോക്ടർ പാലക്കാട് ജയകൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ബി രഘുനാഥ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ ഡോക്ടർമാരായ AR രാമദാസ്, ബാസ്പിൻ കെ, ഗീത ആനലൂർ എന്നിവർ ഫൈബ്രോമയാൽജിയ എന്ന രോഗാവസ്ഥയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നിർവഹിച്ചു. സംഗീതം രോഗശാന്തിയുടെ ഔഷധം എന്ന വിഷയത്തിൽ ഫാദർ പോൾ പൂവത്തിങ്കലും, മ്യൂസിക് തെറാപ്പി രാഗങ്ങളിലൂടെയുള്ള ചികിത്സ എന്ന വിഷയത്തിൽ സുഗത പ്രസാദും സംസാരിച്ചു. പ്രവാസി മലയാളിയും ഫിലിം മേക്കറുമായ നിഷാന്ത് നായർ സംവിധാനം ചെയ്ത ഫൈബ്രോമയാൽജിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശനം ഡോക്ടർ ബി രഘുനാഥ് നിർവഹിച്ചു. തുടർന്ന് ഡോക്യുമെന്ററിയുടെ പ്രഥമ പ്രദർശനവും നടന്നു. സർവേശ എന്ന ആൽബത്തിന്റെ സംഗീതത്തിന് രാജ്യാന്തര മ്യൂസിക് അവാർഡ് നേടിയ ഫാദർ പോൾ പൂവത്തിങ്കലിനും, ആകാശവാണിയുടെ ഏറ്റവും ഉയർന്ന അംഗീകാരമായ ടോപ്പ് ഗ്രേഡ് നേടിയ മൃദംഗ വിദ്വാൻ പാലക്കാട് ജയകൃഷ്ണനുമുള്ള നാദബ്രഹ്മത്തിന്റെ ആദരസമർപ്പണവും സർവേശ ആൽബത്തിന്റെ തൃശൂരിലെ പ്രഥമ പൊതുദർശനവും തുടർന്ന് നടന്നു. നാദബ്രഹ്മം പ്രസിഡന്റ് MD സോമശേഖർ, ട്രസ്റ്റിമാരായ സുധാ ബിന്ദു ശശികുമാർ, പ്രവീൺ സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ബാലകൃഷ്ണൻ കാറളം, ദീപ്തി എന്നിവരായിരുന്നു പ്രോഗ്രാം അവതരിപ്പിച്ചത്. തുടർന്ന് സാന്ത്വന രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന സംഗീത സന്ധ്യയിൽ പ്രമുഖ ഗായകർക്കൊപ്പം നാദബ്രഹ്മം അംഗങ്ങളും പങ്കെടുത്തു. ACV ന്യൂസ്, തൃശൂർ.